സ്നേഹപിതാവായ ദൈവമേ, ജെനീസ് മീഡിയ യൂട്യൂബ് ചാനലിലൂടെ ഈ പ്രഘോഷണം കേൾക്കുന്ന കാണുന്ന മുഴുവൻ ആളുകളെയും അനുഗ്രഹിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് കേരളത്തിൽ മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് വ്യക്തികളെയും അതുമായി ബന്ധപ്പെട്ട ആത്മീയ ചിന്തകളിലേക്ക് നമുക്ക് കടന്നു പോകാം. പാലക്കാട് MLA ആയിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, അദ്ദേഹം പെൺകുട്ടികളുമായിട്ടുള്ള ലൈംഗിക ബന്ധം, അതിനെ തുടർന്ന് പീഡന ആരോപണം, അബോർഷൻ എന്ന് പറയപ്പെടുന്ന മറ്റ് പല വിമർശനങ്ങൾ. തുടർന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നു, കോടതി ജാമ്യത്തിൽ വിട്ടയക്കുന്നു. ആ വിവാദം വന്ന സമയത്ത് ചില സ്നേഹിതര്, ആത്മീയ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്നോട് ചോദിച്ചു, വിവാഹം കഴിക്കാത്ത ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. വിവാഹം കഴിക്കാത്ത ഒരു വ്യക്തി ഏതെങ്കിലും പെൺകുട്ടിയുമായി സൗഹൃദമുണ്ടാവുകയും അവർ തമ്മിൽ സ്വാഭാവികമായ ലൈംഗിക ബന്ധം ഏർപ്പെടുകയും ചെയ്തെങ്കിൽ അത് പാപകരമാണോ അല്ലയോ എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ ചോദ്യം. ആ ചോദ്യം അവിടെ നിൽക്കട്ടെ, നമ്മൾ ആ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് കടന്നു വരാം. സഭ എന്ത് പറയുന്നു? ഒറ്റ മറുപടിയേ ഉള്ളൂ. വിവാഹം കഴിക്കുന്നതിന് മുൻപുള്ള ലൈംഗിക ബന്ധം സഭാപ്രബോധനം അനുസരിച്ച്, സുവിശേഷം അനുസരിച്ച്, യേശുവിൻ്റെ പ്രബോധനം അനുസരിച്ച്, പൗലോസ്ലീഹ നൽകുന്ന വിശദീകരണങ്ങൾ അനുസരിച്ച് അത് പാപമാണ്. ഇംഗ്ലീഷ് ബൈബിളിൽ ഫോർണിക്കേഷൻ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വിവാഹത്തിന് മുൻപുള്ള ലൈംഗിക ബന്ധത്തെ ഫോർണിക്കേഷൻ സിൻ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. കുറെ നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു വിവാദം പത്തനാപുരം MLAയും മന്ത്രിയുമായ ഗണേഷ് കുമാറുമായി ബന്ധപ്പെട്ട് കടന്നു. മന്ത്രി ആയതുകൊണ്ട് അവര് 112 ആളുകൾ കേസൊന്നും രജിസ്റ്റർ ചെയ്യാതെ തിരിച്ചുപോയി. ആ തിരിച്ചുപോയി കഴിഞ്ഞ സമയത്ത് കേരളത്തിലെ പല മാധ്യമങ്ങളും ഗണേശ് മന്ത്രിസ്ഥാനം രാജിവെക്കണം, വ്യഭിചാരമാണ് ഈ നടക്കുന്നത്, ധാർമ്മികതയ്ക്ക് ചേർന്നതല്ല എന്നൊക്കെ പറഞ്ഞു. മുൻപ് പല അവസരങ്ങളിലും സദാചാരം പറഞ്ഞിരുന്ന ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ള സാഹിത്യകാരന്മാരും വിമർശകരും സാമൂഹിക മാധ്യമങ്ങളിൽ ചർച്ചകളിൽ പങ്കെടുക്കുന്ന ആളുകൾക്കൊക്കെ മൗനം. എന്തായാലും പോലീസ് കേസെടുത്തില്ല. പകരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാർ ഉൾപ്പെടെ മധ്യസ്ഥ ശ്രമങ്ങൾ നടന്നു. ആ മധ്യസ്ഥത്തിന്റെ അവസാനത്തിൽ ഭാര്യ, അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ഭാര്യ പറഞ്ഞു, എനിക്ക് പരാതി ഇല്ല. മുൻപ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ അവിടെ പോലീസും നടപടിക്രമങ്ങളും രാത്രി അറസ്റ്റ് ചെയ്യലും ഒളിച്ചു ഓടലും മുൻകൂർ ജാമ്യാപേക്ഷ എടുക്കലും ഒക്കെ തകൃതിയായിട്ട് നാടകങ്ങൾ നടന്നു. ഇവിടെ ഒന്നുമില്ല, എല്ലാം ആസ് യൂഷ്വൽ. മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കുന്നു, ആർക്കും പരാതിയില്ലാതെ മുന്നോട്ട് പോകും. രണ്ടാമത്തെ കാര്യം, ഗണേശന്റെ കാര്യത്തിൽ ഭാര്യയുള്ള ഒരു വ്യക്തി മറ്റൊരു സ്ത്രീയുമായിട്ട് ലൈംഗിക ബന്ധം പുലർത്തുന്നെങ്കിൽ അതിനെ വ്യഭിചാരം എന്നാണ് വിളിക്കുന്നത്. പരാതി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് വ്യഭിചാരമാണ്. ഇംഗ്ലീഷിൽ അതിനെ പ്രോസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ രണ്ട് കേസുകളും താരതമ്യം ചെയ്യുന്ന സമയത്ത് ഒന്നിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ നടക്കുന്നു, ഒന്നിൽ ഫോർണിക്കേഷൻ നടക്കുന്നു. രണ്ടും സുവിശേഷത്തിന്റെ കണ്ണുകളിലൂടെ നോക്കുമ്പോൾ, സഭയുടെ പഠനങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത്, യേശുവിന്റെ കാഴ്ചപ്പാടുകളിലൂടെ കടന്നു പോകുന്ന സമയത്ത് രണ്ടും പാപമാണ്. ആ രണ്ട് പാപത്തെയും വേർതിരിച്ചറിയാൻ ഈ രണ്ട് പാപങ്ങളെക്കുറിച്ചും സുവിശേഷം നൽകുന്ന തിരുവചനങ്ങളിലൂടെ നമുക്ക് കണ്ടെത്താനായിട്ട് ശ്രമിക്കും. ആദ്യം നമുക്ക് പ്രോസ്റ്റിറ്റ്യൂഷൻ എന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവചനങ്ങൾ എന്ത് പറയുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഗണേശന്റെ കാര്യത്തിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ ആണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലായി. വിവാഹം കഴിച്ച ഭാര്യയുള്ള മനുഷ്യനാണ്. എസെക്കിയേൽ പ്രവചന പുസ്തകത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ 35-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, അഭിസാരികെ കർത്താവിൻ്റെ വചനം കേൾക്കുക. ഈ ഗണേശും രാഹുലും ഒക്കെ വാർത്തകളിൽ നിറയുന്ന സമയത്ത് ഗണേശന്റെ വീട്ടിൽ ഉണ്ടായിരുന്ന, ഗണേശന്റെ ഭാര്യ കടന്നു വന്ന സമയത്ത് ഉണ്ടായിരുന്ന സ്ത്രീ ആരാണെന്ന് ഒരു മാധ്യമവും പേര് വെളിപ്പെടുത്തിയില്ല. എന്തായാലും ഭർത്താവുള്ള ഒരു മനുഷ്യൻ്റെ അടുത്ത്, അതും ഏകദേശം
60 വയസ്സിനടുത്ത് പ്രായമുള്ള ഒരുവന്റെ ഭവനത്തിൽ കടന്നു വന്ന സ്ത്രീയെ ഏറ്റവും ലളിതമായ വാക്കുകളിൽ പറയുകയാണെങ്കിൽ അഭിസാരികെ എന്ന് തന്നെയാണ് വിളിക്കേണ്ടത്. സുവിശേഷം എസെക്കിയേൽ പ്രവചന പുസ്തകത്തിൽ, അല്ലെങ്കിൽ യേശുവിന് 700 വർഷം മുൻപ് ജീവിച്ച എസെക്കിയേൽ പ്രവാചകന്റെ കാലഘട്ടത്തിൽ പറയുന്നു, അഭിസാരികെ കർത്താവിന്റെ വചനം കേൾക്കുക. ആരുടെങ്കിലും കുടുംബജീവിതം തകർക്കാൻ ഇറങ്ങി പുറപ്പെട്ട സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിവാഹം കഴിച്ച സ്ത്രീകൾ വിവാഹം കഴിഞ്ഞ പുരുഷന്മാരുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗിക ബന്ധം പുലർത്തുന്നുണ്ടെങ്കിൽ അവരോടും ഇത്തരം സ്ത്രീകളുമായിട്ട് ലൈംഗിക ബന്ധം പുലർത്തുന്ന പുരുഷന്മാരോടുമാണ് ഇന്ന് ഈ പറയുന്ന വചനങ്ങൾ പറയുന്നത്. നമുക്ക് ഈ വചനങ്ങൾ പറയാൻ 2 പ്രതീകങ്ങൾ നമ്മുടെ മുൻപിൽ വന്ന് നിൽക്കുന്നുണ്ട്. ബൈബിൾ പഠിക്കുന്ന സമയത്ത് കോണ്ടെക്സ്റ്റലൈസേഷൻ ഓഫ് ബൈബിൾ എന്ന് പറയും. ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടാകുന്ന സമയത്ത് ആ കോണ്ടെക്സ്റ്റിൽ എങ്ങനെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ അത് സഹായിക്കുകയും ചെയ്യും. നമ്മൾ നിയമാവർത്തന പുസ്തകത്തിലെ 23-ാമത്തെ അധ്യായം, പഴയ നിയമത്തിലെ നിയമാവർത്തന പുസ്തകത്തിൽ 23-ാമത്തെ അധ്യായത്തിൽ 17-18 വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഇസ്രായേലിൽ സ്ത്രീകളിൽ ആരും ദേവദാസികളാകരുത്. ഇന്ത്യയിലും പണ്ട് ദേവദാസി സമ്പ്രദായം പല ക്ഷേത്രങ്ങളിലും ഉണ്ടായിരുന്നു. പെൺകുട്ടികളെ ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുന്നു. ആ ക്ഷേത്രങ്ങളോടനുബന്ധിച്ചുള്ള മുറികളിൽ അവർ താമസിക്കുന്നു. 14-15 വയസ്സായ പെൺകുട്ടികൾ അവിടെ കൊണ്ടാക്കുന്നു. പിന്നീട് അവിടെ വരുന്ന പല പുരുഷന്മാരും ലൈംഗികമായ ആവശ്യങ്ങൾക്ക് അവരെ പ്രയോജനപ്പെടുത്തുന്നു. ഭക്തിയുടെ മറവിൽ ഇത് സംഭവിക്കുന്നു. ഇങ്ങനൊരു തിന്മ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. പിന്നീട് അത് സർക്കാർ നിയമം മൂലം അത് നിരോധിച്ചെങ്കിലും ഇപ്പോഴും രഹസ്യമായിട്ട് ഉൾഗ്രാമങ്ങളിലൊക്കെ പലപ്പോഴും പല സ്ഥലങ്ങളിൽ നടക്കുന്നു. ഇസ്രായേലിൽ സ്ത്രീകളിൽ ആരും ദേവദാസികളാകരുത്. ഇസ്രായേലിൽ സ്ത്രീകളാകരുത് എന്ന് പറഞ്ഞ സമയത്ത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് സുവിശേഷം പറയുന്നത്, അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള എല്ലാവരെയും ഉദ്ദേശിച്ചുകൊണ്ട്. ഇസ്രായേലിൽ സ്ത്രീകളിൽ ആരും ദേവദാസികളാകരുത്. ഇസ്രായേൽ പുരുഷന്മാരും ദേവന്മാരുടെ ആലയങ്ങളിൽ വേശ്യാവൃത്തിയിൽ ഏർപ്പെടരുത്. നമ്മൾ പലപ്പോഴും ഈ വേശ്യാവൃത്തി എന്ന് പറയുന്ന സമയത്ത് തന്നെ സ്ത്രീകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണുള്ള കാഴ്ചപ്പാടാണ് നമുക്ക് ഉണ്ടാകാറുള്ളത്. പക്ഷെ ബൈബിൾ പറയുന്നു ആ കാലഘട്ടത്തിൽ പുരുഷവേശ്യകൾ ഉണ്ടായിരുന്നു. ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് പുരുഷന്മാരായിട്ടുള്ള ആളുകൾ താമസിക്കുന്നു. സ്ത്രീകൾ ഇത്തരം പുരുഷന്മാരെ തേടി വരുന്നു. ഇപ്പോഴും ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു പദപ്രയോഗമുണ്ട്, വിഗോള എന്ന് പറഞ്ഞാൽ. പുരുഷവേശ്യകളായിട്ട് പലയിടത്തും ഇന്ത്യയിൽ തന്നെ ചില നഗരങ്ങളിൽ, വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ പ്രവൃത്തി ഇപ്പോഴും നടക്കുന്നു. ഇത് ചെയ്യരുത് എന്നാണ് സുവിശേഷം പറയുന്നത്. വേശ്യയുടെ വേതനമോ കൂലിയോ നിന്റെ ദൈവമായ കർത്താവിന്റെ ആലയത്തിലേക്ക് നേർച്ചയായി കൊണ്ടുവരരുത്. ഇവ രണ്ടും അവിടത്തേക്ക് നിന്ദ്യമാണ്. അവസാനം പറഞ്ഞ കാര്യം കുറെ കൂടെ കടുപ്പമുള്ള കാര്യമാണ് പറയുന്നത്. വേശ്യയുടെ വേതനമോ കൂലിയോ, ഒരു സ്ത്രീ വേശ്യ പ്രവൃത്തി ചെയ്ത് അവർക്ക് പ്രതിഫലമായി കിട്ടുന്ന പണത്തിൽ നിന്ന് അതിലൊരു വിഹിതം പാപമോചനത്തിനായി ദേവാലയത്തിലെ കാണിക്കയിൽ കൊണ്ട് നിക്ഷേപിക്കരുത് എന്നാണ് നിയമാവർത്തന പുസ്തകത്തിൽ മോശ നൽകിയ നിയമങ്ങളിൽ നമ്മൾ കാണുന്നത്. ദൈവമായ കർത്താവിന്റെ ആലയത്തിലേക്ക് നേർച്ചയെ കൊണ്ട് ഇവ രണ്ടും അവിടത്തേക്ക് നിന്ദ്യമാണ്. ദൈവത്തിന് ഹിതകരമല്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് വേശ്യാവൃത്തി നടത്തി സ്ത്രീ വേശ്യയോ പുരുഷവേശ്യയോ ആണെങ്കിലും അതിൻ്റെ ദശാംശം കൊണ്ടുകൊടുത്ത് ദേവാലയത്തിൽ കൊണ്ടുകൊടുത്ത് പാപമോചനം സ്വീകരിക്കാമെന്ന് തെറ്റിദ്ധാരണ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ശരിയായ ധാരണയിലേക്ക് അവർ വരണം. പല ധ്യാന മന്ദിരങ്ങളിലും ഒക്കെ പോകുന്ന സമയത്ത് കൗൺസിലേഴ്സിനെ കാണുന്ന സമയത്ത് പാപത്തെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് പറയുകയാണ്, കുമ്പസാരിക്കുക, ദശാംശം കൊടുക്കുക, അപ്പോൾ പാപമോചനം കിട്ടുമെന്നൊക്കെ പറയണം. പക്ഷെ ഈ കാര്യത്തിൽ പറയുന്നു, ഇത് ദേവാലയത്തിൽ അവിടെ കാണിക്കാൻ സമർപ്പിക്കുന്ന സ്ഥലത്ത് ഇത് ഇടരുത്, അല്ലെങ്കിൽ ഇത് സ്വീകരിക്കരുത്. യൂദാസ് തൂങ്ങി ചത്തപ്പോൾ യേശുവിനെ ഒറ്റിക്കൊടുത്ത പണം കിട്ടിയ സമയത്ത് ദേവാലയത്തിലെ ഭണ്ഡാരത്തിലിടുവാൻ അവർ സമ്മതിച്ചില്ല. അതുകൊണ്ട് അവനത് ദേവാലയത്തിൽ വലിച്ചെറിഞ്ഞുകൊണ്ട് പോവുകയും പിന്നീട് ആ പണം എടുത്തുകൊണ്ട് കുശവന്റെ പറമ്പ് വാങ്ങി വിജാതിയരെ സംസ്കരിക്കാനായിട്ടുള്ള പറമ്പായിട്ട് ഉപയോഗിക്കുന്നു. രക്തത്തിന്റെ വിലയായതുകൊണ്ട് രക്തവയലെന്നും അക്കൽദാമ എന്ന് അത് ഇന്നും വിളിക്കപ്പെടുന്നു. സുവിശേഷത്തിൽ അത് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 25-26 തിരുവാക്യങ്ങളിൽ കടന്നു വരുന്ന സമയത്ത് നമ്മളിങ്ങനെ കാണുന്നു, വേശ്യയുടെ സൗന്ദര്യം നീ മോഹിക്കരുത്. വിവാഹം കഴിഞ്ഞ ഒരു പുരുഷൻ പല രീതിയിലുള്ള വിവാഹാലോചന നടക്കുന്നു. പെൺകുട്ടിയെ ആൺകുട്ടി പോയി കാണുന്നു, അവർ തമ്മിൽ ഇഷ്ടപ്പെടുന്നു, അവർ കുടുംബക്കാരെ അറിയിക്കുന്നു. സാധാരണ രീതിയിൽ പരമ്പരാഗതമായ വിവാഹ ശൈലിയിൽ പോകുന്ന സമയത്ത് കുടുംബക്കാർ തമ്മിൽ സംസാരിക്കുന്നു, വിവാഹം ഉറപ്പിക്കുന്നു, തുടർന്ന് നടപടികൾ നടക്കും. അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലാണെങ്കിൽ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും
ഏതെങ്കിലും മാട്രിമോണിയൽ സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തു, അവരുടെ പ്രിഫറൻസ്, അവരുടെ ബയോഡാറ്റ കൊടുക്കുന്നു. അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും കയറി കാണുന്നു. കോൺടാക്ട് ചെയ്യാൻ ടെലിഫോൺ നമ്പേഴ്സ് ഉള്ളതുകൊണ്ട്, മെയിൽ ID ഉള്ളതുകൊണ്ട് കോൺടാക്ട് ചെയ്യുന്നു, സംസാരിക്കുന്നു. അവർക്ക് താല്പര്യപ്പെടുകയാണെങ്കിൽ ഒരു കുടുംബക്കാരെ അറിയിക്കുന്നു, വിവാഹം നടന്നു. ഇങ്ങനെയുള്ള പ്രോസസ്സൊക്കെ കഴിഞ്ഞ് വലിയ ആർഭാടമായി 10,000 പേർക്ക് സദ്യ അതൊക്കെയായി വീഡിയോ പ്രീ ഷൂട്ട്, പിന്നെ വെഡിങ് ഡേ ഷൂട്ട്, അല്ലെങ്കിൽ പലതരത്തിലുള്ള സേവ് ദ ഡേറ്റ് ഷൂട്ട് എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള അഭ്യാസങ്ങളും വീഡിയോകളും ഒക്കെ കാണിച്ച് ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് വിവാഹത്തിൽ കടന്നത്. ആ വിവാഹം കഴിഞ്ഞ് ചില സമയത്ത് വിവാഹത്തിലെ താളപ്പിഴകളിലേക്ക് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രധാന വിഷയം, ഒന്നല്ലെങ്കിൽ പുരുഷൻ തൻ്റെ ഭാര്യയല്ലാത്ത മറ്റൊരു സ്ത്രീയുമായി താല്പര്യം പ്രകടിപ്പിക്കുന്നു, അല്ലെങ്കിൽ സ്ത്രീ തൻ്റെ ഭർത്താവല്ലാത്ത മറ്റൊരു പുരുഷനുമായി താല്പര്യം പ്രകടിപ്പിച്ച് വിവാഹേതര ബന്ധത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 6-ാമത്തെ അധ്യായത്തിൽ 25-26 തിരുവാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നു. വേശ്യയുടെ സൗന്ദര്യം നീ മോഹിക്കരുത്, കടാക്ഷ വിക്ഷേപം കൊണ്ട് നിന്നെ പിടിയിലമർത്താൻ അവളെ അനുവദിക്കരുത്. സ്ത്രീ പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ പറഞ്ഞ കൈയും കാലും കാണിച്ച് എൻ്റെ മോനെ അവളെ ആകർഷിച്ചു, അല്ലെങ്കിൽ തിരിച്ച് ആൺകുട്ടി കൈയും കാലും കാണിക്കുകയോ എന്തെങ്കിലുമൊക്കെ അഭ്യാസമൊക്കെ കാണിച്ച് സ്ത്രീകളെ, പെൺകുട്ടികളെ ആകർഷിക്കുന്നു ഒക്കെ ചെയ്യുന്നു. പറയുന്നു, വേശ്യയുടെ സൗന്ദര്യം നീ മോഹിക്കരുത്, കടാക്ഷ വിക്ഷേപം കൊണ്ട് നിന്നെ പിടിയിലമർത്താൻ അവളെ അനുവദിക്കരുത്. വേശ്യയ്ക്ക് ഒരു അപ്പക്കഷ്ണം കൂലി മതി, വ്യഭിചാരിണിയാകട്ടെ ഒരുവൻ്റെ ജീവനെ തന്നെ ഒളിവിൽ കെട്ടിയാണ്. 2 കാര്യങ്ങളാണ് പറഞ്ഞത്. വേശ്യയ്ക്ക് ഒരു അപ്പക്കഷ്ണം മതി. വേശ്യ വൃത്തിയുടെ തൊഴിലായിട്ട് നിൽക്കുന്ന ആള് ഭക്ഷണത്തിന് വേണ്ടിയൊക്കെ ആയിരിക്കും ഈ പണിക്ക് പോകുന്നത്. എന്നാൽ വ്യഭിചാരം ചെയ്യുന്ന സ്ത്രീ, അതായത് വിവാഹം കഴിഞ്ഞ് ഭാര്യയോ ഭർത്താവോ മറ്റൊരു പുരുഷൻ്റെയോ സ്ത്രീയുടെ അടുത്തേക്ക് പോകുന്ന ആള് ഒരുവൻ്റെ ജീവനെ തന്നെ വേട്ടയാടും. സ്വാഭാവികമായിട്ട് ഇത് പുറത്തറിയുകയും മറ്റു വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് വലിയ പ്രയാസങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകും. സുഭാഷിതങ്ങളുടെ തന്നെ പുസ്തകത്തിൽ 23-ാമത്തെ അധ്യായത്തിൽ 27-28 തിരുവാക്യങ്ങളിൽ വരുന്ന നമ്മളിങ്ങനെ വായിക്കുന്നു. വേശ്യ അഗാധമായ ഒരു ഗർത്തമാണ്, സ്വൈരണി ഇടുങ്ങിയ ഒരു കിണറും, അവൾ കവർച്ചക്കാരെ പോലെ പതിയിരിക്കുന്നു. ഇപ്പോൾ 2 കാറ്റഗറി ആളുകളെ കുറിച്ച് പറയാണ്. ഒന്ന്, വേശ്യ അഗാധമായ ഒരു ഗർത്തം പോലെയാണ്. എന്നാൽ സ്വൈരണി എന്ന് പറഞ്ഞാൽ വേവാഡ് ബിഹേവിയർ ഉള്ള ആളുകൾ, അതായത് വിവാഹം കഴിക്കുകയും വിവാഹേതര ബന്ധം പുലർത്തുകയും ചെയ്യുന്ന ആളുകളെയാണ് സ്വൈരണി എന്ന് മലയാളം വാക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വേവാഡ് ബിഹേവിയർ എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഇടുങ്ങിയൊരു കിണറും, അവൾ കവർച്ചക്കാരെ പോലെ, 2 പേരും കവർച്ചക്കാരെ പതിയിരിക്കുന്ന പോലെ പതിയിരിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യും. അത് കഴിഞ്ഞിട്ട് 28-ാമത്തെ വാക്യത്തിൽ പറയാണ്, പുരുഷന്മാരുടെ ഇടയിൽ അവിശ്വസ്തരുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. സ്ത്രീകളെക്കാൾ കൂടുതൽ വിവാഹം കഴിഞ്ഞ പുരുഷന്മാരാണ് വിവാഹബന്ധത്തിൽ അവിശ്വസ്തത പുലർത്തുന്നത്. ഓസിയ പ്രവചന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന സമയത്ത് 4-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ വാക്യം നമ്മളെപ്പോഴും ഈ പാപത്തെക്കുറിച്ചൊക്കെ ധ്യാനമന്ദിരങ്ങളിൽ ക്ലാസ് എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കോട്ട് ചെയ്യുന്ന തിരുവചനമാണ്. 4-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ വാക്യം നമ്മളെ ഇങ്ങനെ വായിക്കുന്നു, വ്യഭിചാരത്തിൻ്റെ ദുർഭൂതം അവരെ വഴിതെറ്റിക്കുന്നു. അപ്പോൾ ഈ വ്യഭിചാര ആസക്തി, നേരത്തെ പറഞ്ഞു വേശ്യ ഒരു ഗർത്തമാണ്, സ്വൈരണി ഒരു ഇടുങ്ങിയ കിണർ പോലെയാണ് എന്നൊക്കെ പറയുന്നു. എന്നിട്ട് പറയാണ്, വ്യഭിചാരത്തിൻ്റെ ദുർബോധം അവരെ വഴിതെറ്റിക്കുന്നു, പരസംഗത്തിന് വേണ്ടി തങ്ങളുടെ ദൈവത്തെ അവർ പരിത്യജിച്ചു. നിങ്ങളുടെ പുത്രിമാർ വേശ്യാവൃത്തി ചെയ്യുന്നു, നിങ്ങളുടെ ഭാര്യമാർ പരസംഗം ചെയ്യുന്നു. അത് കഴിഞ്ഞ് അവസാനം 4-ാമത്തെ അധ്യായത്തിൽ 14-ാമത്തെ വാക്യം പറയണം, അറിവില്ലാതെ ജനം നശിക്കുന്നു. ദൈവിക നിയമത്തിന് വിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നത് എന്ന് അറിഞ്ഞും അറിയാതെയുള്ള പ്രവർത്തനം മൂലം ദൈവജനം ഈ അജ്ഞത നിമിത്തം, അല്ലെങ്കിൽ അവരുടെ ബുദ്ധിയിൽ അന്ധകാരം പ്രവേശിക്കുകയും അതുവഴി അവരെ നശിച്ചു പോവുകയും ചെയ്യും. ഇത് ഇന്ന് നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാണ്. പൗലോസ്ലീഹ കൊരിന്ത്യ സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ 15 മുതലുള്ള തിരുവാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു. അവിശ്വാസിയായ ജീവിത പങ്കാളി വേർപിരിഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അപ്രകാരം ചെയ്തുകൊണ്ടുണ്ട്. അവിശ്വാസിയായ ജീവിത പങ്കാളി, നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, പഴയ നിയമത്തിലെ ചില ഉദ്ധരണികളിൽ നിന്ന് എടുത്ത് പറയാറുണ്ട്, ഗോഡ് ഹേറ്റ്സ് ഡിവോഴ്സ്, വിവാഹമോചനം ദൈവം ആഗ്രഹിക്കുന്നില്ല എന്ന് നമ്മൾ പലപ്പോഴും കോട്ട് ചെയ്ത് സംസാരിക്കാറുണ്ട്. എന്നാൽ നമ്മളിവിടെ കാണുന്നു, ദൈവത്തിൻ്റെ ഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന, ദൈവിക കൽപ്പനകളോടും ദൈവിക നിയമത്തോടും ചേർന്ന് നിൽക്കാത്ത വ്യക്തികൾ, അവരെ അവിശ്വാസികളായിട്ട് വിജാതീയരായിട്ട് നമ്മൾ കണക്കാക്കും.
അപ്പൊ അത്തരം ഒരു വിവാഹ ബന്ധത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അവിശ്വാസിയായ ജീവിത പങ്കാളി വേർപിരിഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അപ്രകാരം ചെയ്തു കൊള്ളട്ടെ. ഇത് നമ്മൾക്ക് ഒന്ന് ഇരുത്തി ചിന്തിക്കേണ്ട തിരുവചനമാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പോകുന്ന സമയത്ത് പൗലോസ് നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുന്നു: വ്യഭിചാരത്തിൽ നിന്ന് ഓടി അകലുവിൻ. മന്ത്രിയായ ഗണേശനോട് അദ്ദേഹം ഈ വ്യഭിചാരത്തിൽ ഉൾപ്പെടുകയും പിടിക്കപ്പെടുകയും അത് പുറത്തറിയുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ചോദിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത്, പത്രങ്ങളിലൊക്കെ വലിയ ടാഗ് ലൈനായിട്ട് വന്നതാണ്, എനിക്ക് 5000 പ്രണയങ്ങളുണ്ട്. പിന്നെ പറഞ്ഞു, പ്രണയമില്ലാത്തവൻ പൊട്ടനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വിവാഹേതര ബന്ധത്തിൽ അദ്ദേഹം അഭിമാനിക്കുന്നു. ഇത് പറഞ്ഞ സമയത്ത് ഇദ്ദേഹം പത്രസമ്മേളനം നടത്തിയിട്ടാണ് പറഞ്ഞത്. കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ പത്രങ്ങളുടെയും TV ന്യൂസ് ചാനലുകളും എല്ലാം അവിടെ ഉണ്ട്. ഒരാൾ പോലും ഇത് ധാർമ്മിക നിയമങ്ങൾക്കെതിരല്ലേ എന്ന് തിരിച്ചു ചോദിക്കുന്നില്ല. മാത്രമല്ല അദ്ദേഹം വലിയ സദാചാര പ്രസംഗം നടത്തുകയാണ്. മാധവിക്കുട്ടിക്ക് പലരുമായിട്ടും പ്രണയമുണ്ടായിരുന്നു, വാജ്പേയിക്ക് പലരുമായിട്ട് പ്രണയമുണ്ടായിരുന്നു, നെഹ്റുവിന് പലരുമായിട്ട് പ്രണയമുണ്ടായിരുന്നു, പിന്നെ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയ്ക്ക് പ്രണയമുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സാഹിത്യകാരന്മാരെ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ ഒക്കെ അദ്ദേഹം കോട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് ഇദ്ദേഹം നടത്തുന്ന വീമ്പിളക്കൽ കേട്ടുകൊണ്ട് ധാർമ്മികമായ അധപ്പതനത്തെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടുവാൻ ആരും തയ്യാറായില്ല. മാത്രമല്ല പിറ്റേ ദിവസത്തെ ഇദ്ദേഹത്തിൻ്റെ ഈ വിശ്വവിഖ്യാതമായ പത്രസമ്മേളനം കഴിഞ്ഞതിന് ശേഷം വന്ന TV ചാനലിലൊക്കെ വരുന്ന സമയത്ത് ഗണേഷ് കുമാറിന് 5000 പ്രണയം എന്ന് തമ്പനയിലിട്ടുകൊണ്ട് അവര് യൂട്യൂബ് ചാനലുകാരും TV ചാനലുകാരുടെ യൂട്യൂബിലുള്ള എഡിഷൻസിലും ഇന്റർനെറ്റ് ടെലിവിഷനുകളിലും ഒക്കെ ഇത് വലിയ സംഭവമായിട്ട് ഇദ്ദേഹം വലിയ മിടുക്കനാണെന്നുള്ള രീതിയിലാണ് വരുന്നത്. ധാർമ്മികമായ അധപ്പതനത്തിൻ്റെ അങ്ങേയറ്റം. ഈ ഗണേശനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇദ്ദേഹം നാണിക്കണം, ലജ്ജിക്കണം എന്നാണ് പറയുന്നത്. കാരണം ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഭാര്യയുമായിട്ടുള്ള അടിപിടി, വഴക്ക്, ബഹളമൊക്കെ വന്ന സമയത്ത് അന്നത്തെ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയുടെ അടുത്ത് ഇദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ ചെന്ന് പരാതി പറഞ്ഞ സമയത്ത് ഉമ്മൻചാണ്ടി ഒരു മധ്യസ്ഥ ശ്രമം നടത്തുകയും അവസാനം ഡിവൈനിലെ പനക്കിലച്ഛൻ്റെ അടുത്ത് കൊണ്ടുവന്ന് പനക്കിലച്ഛൻ ഇവരെ രണ്ടുപേർക്കും നേരിട്ട് കൗൺസിലിംഗ് നടത്തി പ്രാർത്ഥിച്ചതിന് ശേഷമാണ് അന്ന് ഒരു ഒത്തുതീർപ്പുണ്ടാവുകയും ഇവർക്ക് രണ്ടാമതൊരു കുഞ്ഞ് ജനിക്കുകയും ചെയ്തു. ഇത് കഴിഞ്ഞിട്ടും ഇദ്ദേഹം അന്ന് മുതൽ മാതാവിനോട് പ്രാർത്ഥിക്കുന്നു, ഞാൻ ബൈബിൾ വായിക്കുമെന്നൊക്കെ അവകാശപ്പെടുന്ന ആളാണ് ഗണേശ്. ഇത് കഴിഞ്ഞിട്ട് ഇതേ പ്രവൃത്തി തന്നെ വീണ്ടും ചെയ്യുന്നു. പത്രവാർത്തകളിൽ നിറഞ്ഞു നിരുന്ന സോളാർ സരിതയായിട്ടും മറ്റു പല സ്ത്രീകളുമായിട്ടും ബന്ധങ്ങളും കഥകളും ഒക്കെ വീണ്ടും വരുന്നു. അവരെ വിവാഹബന്ധം പിരിഞ്ഞു പോകുന്നു. പിന്നീട് അതിൽ ഇടപെടുവാൻ പനക്കിലച്ഛൻ തയ്യാറായില്ല. ഇത് കഴിഞ്ഞിട്ടും പിന്നീട് ഇദ്ദേഹം വിവാഹം കഴിക്കുന്നു. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് വലിയ പ്രതിസന്ധി, പലതരത്തിൽ പ്രതിസന്ധി. അതൊരു നാടകം തന്നെയായിരുന്നു. ഇദ്ദേഹം കൊട്ടാരക്കരയിൽ അറിയപ്പെടുന്ന വചനപ്രഘോഷനായ ടിജോ ജോർജിൻ്റെ സഭയിൽ പോയി പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് സഹോദരൻ ടിജോ ഇദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല ഇദ്ദേഹം 21,000 വോട്ടിന് ജയിക്കുമെന്ന് ഒരു പ്രവചനം നടത്തി. 22,700 വോട്ടിന് ജയിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞത് കർത്താവ് എനിക്ക് നൽകിയ വിജയമാണെന്നൊക്കെ പറഞ്ഞ് വിശ്വാസം അദ്ദേഹം ഏറ്റുപറഞ്ഞു. ആ ഏറ്റുപറഞ്ഞ ഗണേശനാണ് ഇപ്പോൾ വ്യഭിചാരത്തിൻ്റെ ദുർഭൂതം പിടികൂടി കുഴപ്പത്തിൽ ചെന്നപ്പെട്ടത്. കേരളത്തിലെ മറ്റൊരു പ്രമുഖ നടൻ, മഹാനടൻ എന്ന് വിളിക്കുന്ന ആൾ, മലയാള മനോരമയിലെ കറസ്പോണ്ടൻ്റായ, മനോരമ ടെലിവിഷനിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന, മുമ്പ് പത്രത്തിൽ ജോണി ലൂക്കോസുമായിട്ടൊരു ഇൻ്റർവ്യൂ നടത്തുന്ന സമയത്ത് ഇൻ്റർവ്യൂ ചെയ്യുന്ന ജോണി ലൂക്കോസ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡും പത്മശ്രീ അവാർഡും ഏറ്റവും നല്ല നടനുള്ള ഭരത് അവാർഡും ഒക്കെ കിട്ടിയ നടനോട് ചോദിക്കുകയാണ്, നിങ്ങൾ 3000-ഓളം സ്ത്രീകളുമായി ബന്ധപ്പെടുത്തി എൻ്റെ ആഘോഷം നടത്തി എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം യാതൊരു ഉളുപ്പുമില്ലാതെ മറുപടി പറയുന്നത് 3000 അല്ല, ചിലപ്പോൾ അതിനേക്കാൾ കൂടുതൽ കണ്ടേക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യഭിചാരത്തിനെ കുറിച്ച്, വിവാഹേതര ബന്ധത്തെക്കുറിച്ചുള്ള മത്സരം. എന്തായാലും ഇതൊരു കേരളത്തിൻ്റെ ധാർമ്മിക അധപതനത്തിൻ്റെ നേർപകുതി ആണ് നമ്മളിവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ കൊറിന്ത്യൻ ലേഖനത്തിൽ പൗലോസ്ലീഹ ഇങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നു. 6-ാമത്തെ അധ്യായത്തിൽ 15 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നു. ഞാൻ 15 മാത്രം വായിക്കുന്നു. ക്രിസ്തുവിൻ്റെ അവയവങ്ങൾ എനിക്ക് വേശ്യയുടെ അവയവങ്ങൾ ആക്കാമോ? ക്രിസ്തുവിനെ അറിയുന്നു, ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്നു, സുവിശേഷം വായിക്കുന്നു, മാതാവിനോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്ന ഹിന്ദു മതവിശ്വാസിയായ ഗണേശൻ ഒന്നല്ലെങ്കിൽ ഇതെല്ലാം
തിരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടി നടത്തിയ ഒരു അഭ്യാസമായിരുന്നു, അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധരിക്കപ്പെട്ട വിശ്വാസത്തിൽ നടക്കും. എന്തായാലും പൗലോസ്ലീഹ ഇങ്ങനെ പഠിക്കുന്നത്, ക്രിസ്തുവിൻ്റെ അവയവങ്ങൾ എനിക്ക് വേശ്യയുടെ അവയവങ്ങൾ ആക്കാമോ? ഒരിക്കലുമില്ല. തുറന്നു പറയുന്നു, വേശ്യയുമായി വീഴ്ച നടത്താൻ അവളോട് ഏക ശരീരമായി തീരുന്നു നിങ്ങൾക്ക് അറിവുള്ളതാണ്. ഇത് പൊതുവായിട്ടുള്ള എല്ലാവർക്കുള്ള ഉപദേശം. ഏത് മതവിശ്വാസത്തിൽപ്പെട്ട ആളാണെങ്കിലും, വിവാഹം കഴിഞ്ഞ വിവാഹേതര ബന്ധത്തിൽ പുറപ്പെടുന്ന സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും, അവർ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് വന്ന് വേശ്യയുമായി വീഴ്ച നടത്തുന്നവൻ അവളോട് ഏക ശരീരമായി തീരുന്നു. ക്രിസ്തീയ വിശ്വാസത്തിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആലയമാണ്. അങ്ങനെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആലയം ഇത് ക്രിസ്തുവിൻ്റെ അവയവമാണ്. ആ ക്രിസ്തുവിൻ്റെ അവയവം വേശ്യയുടെ അവയവമായി ഒന്നു ചേരുന്നുണ്ടെങ്കിൽ അത് ക്രിസ്തുവിനെ വഞ്ചിക്കലാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കലാണ്, ദൈവത്തോട് കാണിക്കുന്ന അവിശ്വസ്തതയാണ്, ദൈവിക നിയമങ്ങളോടും ധാർമ്മിക നിയമങ്ങളോടുമുള്ള അവിശ്വസ്തതയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ തുടർച്ചയായിട്ട് പറയുന്നു, വ്യഭിചാരത്തിൽ നിന്ന് ഓടിയകലുവിൻ. മനുഷ്യൻ ചെയ്യുന്ന മറ്റു പാപങ്ങൾ എല്ലാം ശരീരത്തിന് വെളിയിലാണ്. വ്യഭിചാരം ചെയ്യുന്നതിനായിട്ട് സ്വന്തം ശരീരത്തിൽ എതിരായി പാപം ചെയ്യും. എന്തായാലും വ്യഭിചാരം, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചിന്തകൾ കടന്നു വരാനും വ്യഭിചാരത്തിൽ നിന്ന് ഓടിയകലുവാനും ഒരു പ്രചോദനവും പ്രേരണവും ഈ തിരുവാക്യങ്ങൾ കേൾക്കുന്നവർക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ യേശുവിന് മുൻപിൽ വന്ന സമയത്ത് യേശു ആ സ്ത്രീയോട് ഒറ്റക്കാര്യം മാത്രമേ പറഞ്ഞു, മേലിൽ പാപം ചെയ്യരുത്. ഈ വ്യഭിചാരത്തിൻ്റെ ദുർഭൂതം പിടിപെട്ട് വ്യഭിചാരത്തിൽ പെട്ട അറിഞ്ഞോ അറിയാതെ ചെയ്ത ആളുകൾക്ക് നൽകുന്ന ക്രിസ്തു നൽകുന്ന ഉപദേശം, ബൈബിൾ നൽകുന്ന ഉപദേശം, സഭ നൽകുന്ന ഉപദേശം, മേലിൽ പാപം ചെയ്യരുത്. ചെയ്ത പാപത്തെക്കുറിച്ച് പശ്ചാത്തപിക്കുക, മേലിൽ പാപം ചെയ്യുന്നത് ദൃഢമായി പ്രതിജ്ഞ ചെയ്യുക, വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഏകപത്നി വ്രതം, ഏകഭർത്തൃ വ്രതം. ഐക്യരാഷ്ട്രസഭ പോലും പറയുന്നുണ്ട്, വിവാഹേതര ബന്ധങ്ങളിൽ നിന്നാണ് എയ്ഡ്സ് പോലുള്ള മാരകരോഗങ്ങൾ സംഭവിക്കുന്നത്. ഗുണേറിയ, സിഫിലിസ് മുതൽ അല്ലെങ്കിൽ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള രോഗങ്ങൾ മുഴുവൻ കടന്നു വരുന്നത് ഇതുമായി ബന്ധപ്പെട്ടാണ്. അബോർഷൻ നടക്കുന്നത് ഈ അവിഹിതമായ ലൈംഗിക ബന്ധങ്ങളുടെ എൻഡ് റിസൾട്ടാണ് പലപ്പോഴും അബോർഷനുകൾ വരുന്നത്. കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നു. അപ്പോൾ ഇത്തരം സാമൂഹ്യ ധാർമ്മിക തിന്മകൾക്കെതിരെ ഒരു ധാർമ്മികമായ പ്രചരണം നടത്തേണ്ട സമയമാണ്. വാർത്തകളിലെ ടാഗ് ലൈനുകളിൽ കണ്ട്, വ്യൂവർഷിപ്പ് കണ്ട്, അതിൽ നിന്നുള്ള വരുമാനം കിട്ടി ആസ്വദിക്കുന്ന ജനം, അല്ലെങ്കിൽ അത്തരം മാധ്യമങ്ങളിൽ നിന്ന് ഒരിക്കലും ഒരു തെറ്റ് കണ്ട സമയത്ത് തെറ്റിനെ ധാർമ്മികമായ വിഷയത്തിൽ അതിനെ ചൂണ്ടിക്കാണിക്കുകയും അതിനെ തിരുത്തുവാനുള്ള ശ്രമം നടത്തുകയില്ല. പകരം രാഷ്ട്രീയമായ മുതലെടുപ്പും രാഷ്ട്രീയമായ കാഴ്ചപ്പാടോടും കൂടി വാർത്തയെ വ്യാഖ്യാനിച്ച് ദുർവ്യാഖ്യാനം ചെയ്ത് അതിനെ കൂട്ടിക്കളയുന്ന ഒരു തരത്തിലേക്ക് പോകും. എന്തായാലും ജെനീസ് വീഡിയോ പോലുള്ള യൂട്യൂബ് ചാനലിലെ പ്രേക്ഷകർക്ക്, പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്ന കാത്തലിക് ലോകത്ത് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സുള്ള, ഏകദേശം 4.5 ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സുള്ള ഈ ചാനലിലൂടെ ഈ പ്രോഗ്രാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആളുകൾ അത് മറ്റുള്ളവർക്ക് വ്യഭിചാരത്തിൻ്റെ ദുർഭൂതത്തിൽ നിന്ന് ഓടിയകലുവാനുള്ള പ്രചോദനവും പ്രേരണയും നൽകട്ടെ. കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മുഴുവൻ ആളുകളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.